എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിലെ 11ാമത്തെ സർഗത്തിലെ 121, 122, 123 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപവൃത്തം തന്നെയാണുള്ളത്. ഭഗവാനും സത്യഭാമയും കൂടിയിട്ട് നരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോണ വഴിക്ക് മറ്റു ചില വിഘ്നങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ എന്താണ് എന്നാണ്, അതിനെയൊക്കെ എങ്ങനെയാണ് തടയണത് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോണത്. ആദ്യം 121ാമത്തെ ശ്ലോകം നോക്കാം. ദുർഗാണി ഗിരിശസ്ത്രാഗ്നി ജലപാശമയാനി സ ജ്വലദ്ഭിരായുധൈർദിവ്യൈർനിമേഷേണ നിരാകരോത്. ആദ്യം പദച്ഛേദം പറയാം. ദുർഗാണി ഗിരി ശസ്ത്ര അഗ്നി ജല പാശമയാനി സഹ ജ്വലദ്ഭി ആയുധൈഃ ദിവ്യൈഃ നിമേഷേണ നിരാകരോത്. ഭഗവാൻ പ്രാഗ്ജ്യോതിഷപുരത്തിൽ നരകാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ വലിയ വലിയ ദുർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദുഃഖേന ഗന്ധും ശക്യ ദുർഗ എന്നാണ്. വളരെ ബുദ്ധിമുട്ടി മാത്രമേ ആ ഭാഗത്തെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ദുർഗങ്ങൾ എന്ന് പറയുക. ദുർഗങ്ങൾ പലതരത്തിലുണ്ട് എന്ന് അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ പറഞ്ഞിട്ടുണ്ട്. വനദുർഗങ്ങളുണ്ട്, കാട് കൊണ്ട് ദുർഗങ്ങൾ ഉണ്ടാക്കാം. ജലദുർഗങ്ങൾ, വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളെ ദുർഗങ്ങളാക്കാം. അതുപോലെ പർവ്വതങ്ങളെ കൊണ്ട് പർവ്വത ദുർഗങ്ങൾ, ഇങ്ങനെ കോട്ടകൾ, ഇതൊക്കെ ഓരോ തരം ദുർഗങ്ങളാണ്. ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് മറ്റു രാജാക്കന്മാരുടെ ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ നന്നാക്കിയെടുക്കുന്നതായിട്ടുള്ള ഭൂമിയുടെ തന്നെ പ്രദേശങ്ങൾ. അവിടെ കോട്ട മാത്രമേ പണിയാറുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പ്രകൃത്യാ അവിടെ ഉണ്ടാവുന്നതാണ്. അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുക രാജാക്കന്മാർ. ഇവിടെ അതുപോലെയുള്ള ദുർഗങ്ങളുടെ അടുത്തേക്ക് എത്തി എന്നാണ് പറയണത്. ഇവിടെ പലതരത്തിലുള്ള ദുർഗങ്ങളുണ്ട്. നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. സഹ് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. ജ്വലദ്ഭി ദിവ്യൈഃ ആയുധൈഃ, ജ്വലിക്കുന്നതായ നല്ല മൂർച്ചയുള്ള ശോഭിക്കുന്നതായിട്ടുള്ള ദിവ്യൈഃ ആയുധൈഃ, ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങളാൽ. ഭഗവാന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതൊക്കെ ദിവ്യായുധങ്ങളാവും. അങ്ങനെയുള്ള ആയുധങ്ങളാൽ ഭഗവാനും സത്യഭാമയും കൂടിയിട്ട് ദുർഗങ്ങളൊക്കെ മറികടന്നു എന്നാണ് പറയണത്. എങ്ങനെയുള്ള ദുർഗങ്ങളാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഗിരി ശസ്ത്രം അഗ്നി ജല പാശ മയാനി. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളാണ്. അതുപോലെ തന്നെ ശസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, പലതരത്തിലുള്ള ആയുധങ്ങൾ. അതായത് അവിടെ ആയുധധാരികളായിട്ടുള്ള ജനങ്ങളുണ്ടാവും. അതും ഒരു തരത്തിൽ ദുർഗങ്ങളാണ്. മറ്റതൊക്കെ പ്രകൃതിജന്യങ്ങളായിട്ടുള്ള ദുർഗങ്ങളാണ്. ഇത് മനുഷ്യർ, അവിടെയുള്ള ഭടന്മാർ, അവരെ കൊണ്ടുള്ള ദുർഗങ്ങൾ. അതും കടന്നുപോയി, അതിനെയും തരണം ചെയ്തു. അപ്പോൾ ഗിരി ഉണ്ടായിരുന്നു, പർവ്വതങ്ങൾ, ആ പർവ്വതം കൊണ്ടുള്ളതായ ദുർഗങ്ങൾ, ശസ്ത്രങ്ങളെ കൊണ്ടുണ്ടായ ദുർഗങ്ങൾ, അതിനുശേഷം അഗ്നി കൊണ്ട്, ജലം കൊണ്ട്, പാശം കൊണ്ട്, ഇതുകൊണ്ടൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അഗ്നി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും അഗ്നി, തീയ് കത്തിച്ചിട്ട് ആ തീയിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. മറ്റൊന്ന് ജലം. ആദ്യമേ പറഞ്ഞു, തടാകങ്ങളോ അല്ലെങ്കിൽ വലിയ കിടങ്ങുകളൊക്കെ കുഴിച്ചിട്ട് അതിലൊക്കെ നിറയെ വെള്ളം കെട്ടി നിർത്തുക. അപ്പോൾ അത് കടന്ന് അതിനെ തരണം ചെയ്തിട്ട് ശത്രുക്കൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാതെ വരും. അപ്പോൾ ജലമയങ്ങളായിട്ടുള്ള ദുർഗങ്ങൾ. അടുത്തത് പാശമാണ്. പാശം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ കയറുകളും അതുപോലെ ചാക്കുകളൊക്കെ കെട്ടിയിട്ടിട്ട് ആൾക്കാരെ അവിടേക്ക് കടത്താതിരിക്കുക, ശത്രുക്കളെ വരുത്താതിരിക്കുക. അങ്ങനെ പലതരത്തിലുള്ള ദുർഗങ്ങളും മറികടന്നുകൊണ്ടാണ് ഭഗവാൻ പോയത്. പാശമയാനി ദുർഗാണി, അങ്ങനെയൊക്കെയുള്ള ദുർഗങ്ങളെ നിമേഷേണ നിരാകരോത്. ഭഗവാൻ എത്ര നേരമെടുത്തു അതിനെയൊക്കെ കടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ? അതായത് പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക്, നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് എത്താൻ വളരെ കുറച്ച് നേരം മാത്രമേ എടുത്തുള്ളൂ. അതാണ് നിമേഷേണ, നിമിഷ നേരം കൊണ്ട്. നിരാകരോത്, അതിനെയൊക്കെ നിസ്സാരമാക്കിക്കൊണ്ട്, നശിപ്പിച്ചുകൊണ്ട് ഈ നരകാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തേക്ക് എത്തി എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 122ാമത്തെ ശ്ലോകം നോക്കാം.
ഉപസൃത്യ പുരദ്വാരം പ്രിയയാ സഹ ലീലയാ യുയുത്സുഃ പൂരയാമാസ പാഞ്ചജന്യം ജനാർദ്ദന. ഇവിടെ പദച്ഛേദമൊന്നും പറയാനില്ല, പദങ്ങളൊന്ന് പരിചയപ്പെടാം. ഉപസൃത്യ പുരദ്വാരം പ്രിയയാ സഹ ലീലയാ യുയുത്സുഃ പൂരയാമാസ പാഞ്ചജന്യം ജനാർദ്ദന. ഭഗവാൻ അവിടെ ആ പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ കോട്ടവാതിലിൻ്റെ മുമ്പിലെത്തിയിട്ട് എന്താ ചെയ്തതെന്ന് പറയാണ്. യുയുത്സു ജനാർദ്ദന. യുയുത്സു എന്ന് പറഞ്ഞാൽ യോദ്ധം ഇച്ഛു യുയുത്സു, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ളവൻ, യുദ്ധം ചെയ്യാൻ മോഹിക്കുന്നവൻ, ആ ആളെയാണ് യുയുത്സു എന്ന് പറയുന്നത്. യുയുത്സു ജനാർദ്ദന. അങ്ങനെയുള്ള ജനാർദ്ദനൻ ശ്രീകൃഷ്ണൻ പ്രിയയാ സഹ സത്യഭാമയോട് കൂടിയിട്ട് ലീലയാ വളരെ വേഗം തന്നെ, വളരെ എളുപ്പം തന്നെ പുരദ്വാരം ഉപസൃത്യ പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ കോട്ടവാതിലിൽ, ഇവരുടെ വലിയ കൊട്ടാരം ഉണ്ടാവുമല്ലോ നരകാസുരൻ്റെ, ആ കൊട്ടാരത്തിൻ്റെ കോട്ടവാതിലിൽ ചെന്ന് നിന്നിട്ട് ഭഗവാൻ എന്താ ആദ്യം തന്നെ ചെയ്തത്? പാഞ്ചജന്യം പൂരയാമാസ. പാഞ്ചജന്യം എന്നു പേരുള്ള തൻ്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ശംഖ്, ആ ശംഖിനെ ശംഖ് കൊണ്ട് നാദം പുറപ്പെടുവിച്ചു. പൂരയാമാസ എന്ന് പറഞ്ഞാൽ നിറച്ചു എന്നാണ്, വായുവാണ്, ശ്വാസവായുവാണ് അതിൽ നിറയ്ക്കുന്നത്. അത് പുറത്തേക്ക് വലിയ ശബ്ദമായിട്ട് കേൾക്കും ചെയ്യും. ഈ ശംഖനാദം എന്ന് പറയുന്നത് യുദ്ധത്തിനുള്ള ആദ്യത്തെ പോരിന് വിളിയായിട്ടൊക്കെ മനസ്സിലാക്കാറുണ്ട്. രാജാക്കന്മാർക്ക് അതൊക്കെ കേട്ടാൽ വേഗം മനസ്സിലാവും. അപ്പോൾ ആ ഒരു ശംഖനാദത്തിൻ്റെ അർത്ഥം ഞാനിവിടെ വന്നിട്ടുണ്ട്, നീയുമായിട്ട്, ഹേ നരകാസുര, നീയുമായിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് ഞാനിതാ ഈ കോട്ടവാതിലിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്നുള്ളത് അറിയിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അതിനാണ് ശംഖനാദം പുറപ്പെടുവിച്ചത്. എന്നിട്ട് എന്താ ചെയ്തത്? അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് അടുത്ത ശ്ലോകത്തിൽ 123-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം കൂടി ചൊല്ലി നോക്കാം. നിശമ്യ തസ്യ ഗംഭീരഘോഷം ദിങ്മുഖസർപ്പിണം ഭിത്വാ സാഗരമുത്തസ്ഥൗ മുരോ മുഖരിതോദക. ഇവിടെ പദച്ഛേദം വളരെ കുറച്ച് പറയാനുണ്ട്. നിശമ്യ തസ്യ ഗംഭീരഘോഷം ദിങ്മുഖസർപ്പിണം ഭിത്വാ സാഗരം ഉത്തസ്ഥൗ മുര മുഖരിതോദക. എന്താണ് ആ സമയത്തുണ്ടായത്? കോട്ടവാതിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് ഭഗവാൻ തൻ്റെ ശംഖനാദം പുറപ്പെടുവിച്ചപ്പോൾ ആദ്യം തന്നെ നരകാസുരനല്ല വന്നത്, മറ്റൊരു അസുരനായിരുന്നു. നരകാസുരൻ്റെ കാവൽക്കാരനായിട്ട് വേറൊരു അസുരൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയണത്. മുഖരിതോദക മുര. മുരൻ താമസിക്കുന്നത്, മുരൻ എന്നു പേരുള്ള ഒരു അസുരനുണ്ട്. ആ അസുരനാണ് നരകാസുരൻ്റെ കോട്ടവാതിലിൽ നരകാസുരൻ്റെ കാവലായിട്ട് രക്ഷിപുരുഷനായിട്ട് വർത്തിക്കുന്നത്. അയാൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. പ്രാഗ്ജ്യോതിഷപുരത്തിൽ വലിയൊരു തടാകമുണ്ടായിരുന്നു, അവിടെയാണ് കിടക്കുന്നതെന്നാണ് നാരായണീയത്തിലൊക്കെ പറയണത്. ഇവിടെ സാഗരത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാഗരത്തിനോളം വലിപ്പമുള്ള തടാകമൊക്കെ ആയിരിക്കാം, അതിൽ മുങ്ങിക്കിടക്കുക ചെയ്യണത്. മുഖരിതോദകം എന്ന് പറഞ്ഞാൽ ഈ അസുരൻ സമുദ്രത്തിൽ കിടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നവനായ മുഖരിതമായ ഉദകത്തോടു കൂടിയ ആ മുരാസുരൻ വെള്ളത്തിൽ വസിക്കുന്നത് കൊണ്ട് അവിടെ തന്നെ ആയിരിക്കുമല്ലോ ശബ്ദങ്ങൾ, ഇയാളുടെ ശബ്ദങ്ങളൊക്കെ ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ശബ്ദത്തിന് ഭയങ്കര ലഹള അല്ലെങ്കിൽ കോളിളക്കമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനായിട്ടുള്ള ആ മുരാസുരൻ, അങ്ങനെയാണ് അർത്ഥമെടുക്കേണ്ടത്. അയാൾ എന്താണ് ചെയ്തത്? തസ്യ ദിങ്മുഖ സർപ്പിണം ഗംഭീരഘോഷം നിശമ്യ. തസ്യ എന്ന് പറഞ്ഞാൽ ആ പാഞ്ചജന്യത്തിൻ്റെ ദിങ്മുഖ സർപ്പിണം, എല്ലാ ദിങ്മുഖങ്ങളിലേക്കും ദിക്കുകളിലേക്കും ഒക്കെ വ്യാപിച്ചു പോകുന്നതായ, സർപ്പി എന്ന് പറഞ്ഞാൽ സർപ്പണം ചെയ്യുന്നതായ, പ്രസർപ്പണം ചെയ്യുന്നതായ, വ്യാപിക്കുന്നതായ നാദം, ശബ്ദം. വെറും നാദമല്ല, ഗംഭീരഘോഷം, എല്ലാവരെയും പേടിപ്പിക്കുന്നതായ. ഇതെന്തിൻ്റെ ശബ്ദമാണ് എന്ന് ചോദിക്കാൻ തക്കവണ്ണം അത്രയ്ക്ക് ഹുങ്കാരം പുറപ്പെടുവിക്കുന്നതായ ആ പാഞ്ചജന്യം, ആ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ദിങ്മുഖസർപ്പിണം ഗംഭീരഘോഷം നിശമ്യ സാഗരം ഭിത്വ. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയായിരുന്ന ഈ മുരാസുരൻ സാഗരത്തെ ഭേദിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് വന്നു. ഉത്തസ്ഥൗ, ഉത്തസ്ഥൗ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരിക എന്നർത്ഥം. വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയായിരുന്നു, അവിടെയാണ് ബഹളമൊക്കെ വെച്ച് മുരാസുരൻ ജീവിച്ചിരുന്നത്. അപ്പോഴാണ് ഈ വലിയൊരു ശബ്ദം കേട്ടത്, ഇതുവരെ കേൾക്കാത്തതായിട്ടുള്ളൊരു ശബ്ദം.
അത് കേട്ടപ്പോൾ എന്താ അതെന്നറിയാൻ വേണ്ടിയിട്ട്, ആരാണ് ആക്രമിക്കാൻ വരണത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അതിശക്തമായിട്ട് വെള്ളവും ഭേദിച്ചുകൊണ്ട് അതിൻ്റെ ഉപരിതലമൊക്കെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഉത്തസ്ഥൗ എന്നാണ് പറയണത്. ഇനി മുരാസുരനുമായിട്ടുള്ള യുദ്ധമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദുർഗാണി ഗിരിശസ്ത്രാഗ്നിജലപാശമയാനി സ ജ്വലദ്ഭിരായുധൈർദിവ്യൈർനിമേഷേണ നിരാകരോത് ഉപസൃത്യ പുരദ്വാരം പ്രിയയാ സഹലീലയാ യുയുത്സുഃ പൂരയാമാസ പാഞ്ചജന്യം ജനാർദ്ദന നിശമ്യ തസ്യ ഗംഭീരഘോഷം ദിങ്മുഖസർപ്പിണം ഭിത്വാ സാഗരമുത്തസ്ഥൗ മുരോ മുഖരിതോദക. മുരാസുരനാണ് അവിടെ ആക്രമിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത്, നരകാസുരനല്ല. മുരനുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.